ചേട്ടാ ചാട്ടം വെള്ളം. അയ്യോ ചാട്ടം വെള്ളം അല്ല, വെള്ളച്ചാട്ടം. അയ്യോ ഇത് ഏതാ സ്ഥലം? അയ്യോ ഇത് പാർക്ക്. ഞാൻ ആദ്യമായിട്ട് പാർക്ക് കണ്ടത്. ഞാൻ കാർ പാർക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു സത്യമായിട്ടും. എന്റെ വീട്ടിൽ എന്നെ അങ്ങനെ ഏട്ടാ വളർത്തിയേക്കുന്നത്. ഞാൻ വെളിയിലോട്ടും ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും എപ്പോഴും കൂടെ വരും. എന്നെ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തിയ കുട്ടിയാട്ടോ ഞാന്. ആണോ? എന്റെ ഭാഗ്യം. അതെ, ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്ന എന്താണെന്നറിയോ? എന്തിനാ? വീട്ടിലാവുമ്പോഴത്തേനും എല്ലാരും ഇല്ലേ എന്തെങ്കിലും ഒരു കാര്യം മോളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് പറ്റാതെ വരും. ചേട്ടൻ ഇപ്പൊ എന്താ പറയണ്ടേ? പറ. ഇരിക്കാം. മോളുടെ ആഗ്രഹം എന്താന്ന് പറ. ഞാൻ പറയട്ടെ? പറഞ്ഞാ ചേട്ടൻ സാധിച്ചു തരുമോ? എന്താഗ്രഹം വേണമെങ്കിലും മോളോട് സാധിച്ചു തരും. എനിക്ക് മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒക്കെ നായികയായിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം? അതെന്തിനാ വല്ലോറിനെ പടത്തിൽ പോയി അഭിനയിക്കുന്നത്? എന്റെ കയ്യിൽ ഇട്ടുകൂടാ പൈസ ഇല്ലേ? ഞാനായിട്ടൊരു സിനിമ എടുക്കുന്നു, എന്റെ മോളെ നായികയാക്കുന്നു. ചേട്ടൻ സിനിമ എടുക്കൂ? ആ സിനിമ എടുക്കും. ശരിക്കും ചേട്ടൻ്റെ അത്രയ്ക്ക് പൈസ ഉണ്ടോ? ഇഷ്ടം പോലെ ഇട്ടുകൂടാനുള്ള പൈസ ഇല്ലേ? പിന്നെ ചേട്ടൻ സിനിമ എടുക്കും. ഞാൻ നായികയാവും. അയ്യോ സന്തോഷം കണ്ടോ ചേട്ടാ. ചേട്ടാ എന്നാ എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ആഗ്രഹം എന്തുവാ? എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം. ഒന്നല്ല, ഒരു പെട്ടി ഐസ്ക്രീം ഞാൻ മേടിച്ചോണ്ട് വരും. ശരിക്കും എന്റെ മോൾ അവിടെ ഇപ്പൊ മേടിച്ചോണ്ട് വരാം. ഈ ചേട്ടനെ കെട്ടിയത് ഒറ്റക്കേ ഉള്ളു, ശ്രദ്ധിച്ചിരിക്കണേ. എനിക്ക് പേടിയാ. ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാത്ത കൊച്ചാണ്. എനിക്ക് ഭയങ്കര വിജ്ഞാനകോശമൊക്കെ ഉണ്ടാകാനായിട്ട് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് കുറച്ച് പഠിക്കാനായിട്ട് ഞാൻ എഴുതിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു വളരെ നല്ലതാണ് കേട്ടോ മാഡം. എക്സ്ക്യൂസ് മീ, പുസ്തകങ്ങളെ കുറിച്ച് വായിച്ചു പഠിക്കാം. നല്ല പുസ്തകങ്ങളാണ്, ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. നമുക്ക് നീ എന്താണ് ഇവിടെ? കാലൻ ഐസ്ക്രീം മേടിക്കാൻ പോയത്. നീ എന്താ ഇവിടെ? ഞാനോ? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പാർക്കിൽ വന്നത്. ഭർത്താവിന്റെ കൂടെ വന്നല്ലേ? ഞാനാരാ നിന്റെ? നിങ്ങളെന്താ ഇവിടെ? ഞാന് 12 വർഷം നമ്മൾ ഒരുമിച്ച് പ്രേമിച്ച് കളിച്ച് വളർന്ന് നടന്നവരാ. എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? എടി കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് നീ വാക്ക് വന്നിട്ട് നീ ഒരൊറ്റൊരുത്തി എന്നെ തേച്ചിട്ട് വേറെ കല്യാണം കഴിച്ചപ്പം അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയാണ് പുസ്തകങ്ങൾ. കണ്ടില്ലേ, തേപ്പ് പെട്ടി, ഉരുമ്പിട്ടവൾ, ഞാൻ അന്ന് മുതൽ എഴുതി തുടങ്ങിയ പുസ്തകങ്ങളാണ്. നീ ഒറ്റൊരുത്തി. ഞാൻ തേച്ചിട്ട് പോയോണ്ട് ചേട്ടന് പ്രയോജനമായില്ല. ചേട്ടൻ വലിയൊരു കലാകാരനാണ്, ഒരു എഴുത്തുകാരനായില്ലേ ചേട്ടൻ? അല്ല, അതിനു മുമ്പ് ചേട്ടൻ എന്തുവായിരുന്നു പണി? നിന്റെ പുറകെ നടക്കുമ്പോ ഞാൻ വേറെ പണിക്ക് പോകാം. അത് അങ്ങനെ നടക്കുന്ന ഒരാളുടെ കൂടെ എന്ത് വിശ്വസിച്ച് ഞാൻ ജീവിക്കും ചേട്ടാ? അതെ, ചേട്ടൻ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ? എന്തെങ്കിലും ഒരു തൊഴിലുണ്ടോ? എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടോ? ഞാൻ എങ്ങനെ ജീവിക്കും? ഒരേ സമയത്ത് 2 പേരെ പ്രേമിക്കരുത്. പ്രേമിച്ചാ എടി, ഒരു ലൈൻ കമ്പിയെ തൂങ്ങിയ കാക്ക 2 ലൈൻ കമ്പിയെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ചരിത്രമില്ല ഇവിടെ. കൺവേയായി. അതാണ് ഇപ്പൊ കൺവേയായി. നിന്നെ ഞാൻ വിടൂല. എന്നെ വിടില്ലെന്നോ? നീ വലിയ കാശുകാരനെ കണ്ടുമ്പോ കെട്ടിയൊക്കെ പോയില്ലേ? എന്റെ ചേട്ടാ, ജീവിക്കണമെങ്കിൽ പണം വേണം. ഇനിയിപ്പോ പ്രേമം ക്രീമോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിക്കും. എന്ത് വിളിക്കും? നിന്റെ ജീവിതം ഞാൻ തകർക്കും. പിന്നെ തകർക്കും. എന്റെ ഭർത്താവിന് എന്നെ ഭയങ്കര വിശ്വാസം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ കേൾക്കാൻ പോകും. എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. ഞാൻ നിന്റെ കാമുകനായിരുന്നു, നമ്മൾ ഒരുമിച്ച് ജീവിച്ചാണെന്ന് ഞാൻ പറയും. എന്റെ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? ഞാൻ വെറും ഒരു പൊട്ടിപ്പെണ്ണ്, ഗ്രാമത്തിൽ ജീവിച്ച ഒരു പൊട്ടിപ്പെണ്ണാന്ന്. എനിക്കിതൊന്നും അറിയത്തില്ലെന്നാ പുള്ളിയുടെ വിചാരം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ പ്രേമം പൊളിച്ചു കഴിഞ്ഞാൽ നീ എന്ത് തരും? ചേട്ടൻ പറയുന്ന എന്തും ഞാൻ തരും. എനിക്ക് അയാളെ മുമ്പ് വെച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമോ? തരും. എന്നാ ചേട്ടൻ പന്തയത്തിൽ തോറ്റ ചേട്ടൻ തിരിച്ചെനിക്ക് എന്തോ തരും? നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. ഞാൻ മൂക്കടിച്ച് പപ്പടമാക്കും. പന്തയം കണ്ടു, പക്ഷെ ഞാൻ പൊളിക്കും. പിന്നെ പൊളിക്കും. ഇതാണോ എന്റെ കെട്ടിയോ? ചേട്ടാ, അയ്യോ കോൺ ഐസ്ക്രീം. വിവരവും വിജ്ഞാനവും ഉണ്ടാകാൻ ഒരുമിച്ച് നടക്കുന്ന അകറ്റി നിർത്തുവാൻ പറ്റിയ ഒരു പുസ്തകമാണ് സർ. അല്ല, ആരും മനസ്സിലായില്ല. ഞാനൊരു എഴുത്തുകാരനാണ്. ഏതോ ഒരു വഴിപോക്കൻ. എഴുത്തുകാരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുത്തുകാരൻ. ആണോ സാർ? ഞാൻ എഴുതിയ കുറെ പുസ്തകങ്ങളുണ്ട്, നല്ല കഥകളുണ്ട്. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഈ ഐസ്ക്രീം അലിക്കുന്നതിന് മുമ്പ് കഴിക്കണ്ടേ? അല്ല, അതല്ല, ഞാൻ പുള്ളിയോട്ടും ചേട്ടാ ഇവിടെ ഇരുന്നേ. മോള് കഴിക്കടാ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് സാർ. ആ പുസ്തകമുണ്ടോ? അതെ. ഇതിനകത്ത് നല്ലൊരു കഥ ഒന്ന് വായിക്കാൻ. നല്ല തോട്ടാണ് സാർ ഇത്. നല്ല തോട്ടാണ്. ചിന്തിച്ച് വളരെയധികം ആലോചിച്ച് എഴുതി കൂട്ടിയാണ്. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നത് എന്നും പറഞ്ഞ് നാളെ ഒരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാളെ ഞാൻ ഒരു അവാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ഒരു പുതിയ കഥയുണ്ട്. അവാർഡ് കിട്ടിയിട്ടുണ്ടോ? കുറച്ച് വരികൾ കേൾക്കണം സാറിന്റെ. ചേട്ടാ, നമ്മൾ എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്ന കഥ കേൾക്കാൻ വന്ന? ചേട്ടാ ഇച്ചി ഐസ്ക്രീം കഴിക്കും. എഴുന്നേക്കടി കേട്ടില്ല. പിന്നെ എഴുന്നേക്കാൻ കൂടി പറഞ്ഞപ്പോ അങ്ങനെ ഒരു വരി എഴുതിയൊരു പുസ്തകം കൂടെ ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യാവോ? എനിക്കൊന്ന് കേൾക്കാൻ പറ്റും കഥ. എന്തിനാ ചേട്ടാ ഈ കഥയൊക്കെ കേൾക്കുന്നത്? നമ്മുടെ നല്ല നിമിഷങ്ങൾ എന്തിനാ ചേട്ടാ വെറുതെ കളയുന്നത്? കഥ കേൾക്കൂ സാർ, കഥ കേൾക്കൂ. ചേട്ടാ, ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്.
ഗ്രാമം വേണ്ട, സിറ്റി മതി, സിറ്റി മതി. ഗ്രാമം കൊള്ളത്തില്ല, ഗ്രാമം കൊള്ളത്തില്ല. ചേട്ടങ്ങി വന്നേ, ചേട്ടങ്ങി പറയട്ടെ, ഗ്രാമം കൊള്ളത്തില്ല. പറയട്ടെ. മോളന്ന് എന്താ പറഞ്ഞത്? സിറ്റിയിലോട്ട് താമസിക്കുന്ന ഇഷ്ടമല്ല, ഗ്രാമമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടുണ്ടോ? പാടില്ലേ? അവിടെ ഇരി. സിറ്റി വേണ്ടെന്ന്, സിറ്റി ഗ്രാമം കാണാ തളിങ്ങ വന്ന് വായിക്കും അത് വായിക്കും. ഇത് ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ അയൽവക്കാരായ 2 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പുരുഷനും ഒരു യുവതിയും തമ്മിൽ പ്രണയത്തിലായി. ഇവരുടെ പ്രണയം കൊച്ചുനാൾ മുതൽ തുടങ്ങിയതാണ്. ഇവരെങ്ങനെ പ്രണയം വളർന്നു വലുതായി, സ്കൂളിൽ ഒരുമിച്ച് കളിച്ചു വളർന്നു, സിനിമയ്ക്ക് പോയി, പാർക്കിൽ പോയി, ബീച്ചിൽ പോയി. അങ്ങനെ ഇവരുടെ പ്രണയം പൂത്തുലഞ്ഞു. ഐസ്ക്രീം പറ്റി, കഴിയിട്ട് വരാം. ആ പുസ്തകം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ സർ, വരൂ. അല്ല ചേട്ടാ, ഐസ്ക്രീം പറ്റി, നമുക്ക് കഴിയിട്ട് ഓടി വരാം. കഥയാണ്. പ്രണയത്തിന്റെ കഥ എനിക്ക് ഇഷ്ടമല്ല. ഈ പ്രണയിച്ച് നടക്കുന്ന കഥ ഇപ്പൊ കൊള്ളത്തില്ല ചേട്ടാ, നമുക്ക് ആ കഥ വേണ്ട ചേട്ടാ. മോളോ അത് കഴിക്ക്. എന്തെങ്കിലും പറയുമ്പോ കളവിള എന്ന് പറയുമ്പോ സാർ കഥയിൽ ശ്രദ്ധിക്കും. ഒരു മിനിറ്റ്. അതെ ഈ പ്രേമത്തിന്റെ കഥയൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾ ഒരു ചട്ടക്കൂടിൽ ജീവിച്ച അച്ഛനും അമ്മയും പറഞ്ഞു കേട്ട് ജീവിച്ചോളാം. അവൾക്ക് ഈ പ്രേമൊന്നും അറിയത്തില്ല. അപ്പൊ അതൊന്ന് ഓഫ്ലൈനിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ഇവർ കാമുകന്മാരായിട്ട് ജീവിച്ചു വളർന്നു കഴിയുമ്പോഴാണ് വേറെ ഒരു കാശുകാരൻ, അവൻ എന്താ പറയണ്ടേ, ഒരു മണഗുണാഞ്ചൻ മണഗുണാഞ്ചൻ വന്ന് ഇവളെ പെണ്ണ് കണ്ട് കല്യാണം കഴിച്ചു പോയി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കറിയാത്ത ഒരാള്, ഒരു പാവ മനുഷ്യൻ, അദ്ദേഹത്തിന് മണഗുണാഞ്ചൻ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റല്ലേ? അല്ല അത് പുള്ളിയുടെ കഥാസൃഷ്ടിയാണ്. അയാൾ പേരിടും ഒരു മണഗുണാഞ്ചൻ തന്നെയാണ്. അങ്ങ് അംഗീകരിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവ പെണ്ണ് കാണാൻ ചെന്നപ്പോ ആ വീട്ടില് അവർ അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, ഇല്ല നാട്ടുകാരോട് ചോദിക്കണം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം കെട്ടാൻ. ചെറുക്കനും പരസ്പരം അയൽവക്കത്തൊക്കെ തിരക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ തിരക്കി കഴിഞ്ഞാൽ കെട്ട് നടക്കത്തില്ലല്ലോ ചേട്ടാ. അതാ പറഞ്ഞത്, അവൻ മണഗുണാഞ്ചനാണെന്ന്. ആ മണഗുണാഞ്ചൻ കെട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ കാമുകനെ അലഞ്ഞു തിരിഞ്ഞ് അവൻ എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷെ വേറെ കാര്യമുണ്ട്, എഴുത്തിനായിട്ട് ശ്രദ്ധിച്ചല്ലോ. പക്ഷെ ആ മണഗുണാഞ്ചന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവനെ തൂമ്പിലിട്ട് കുത്തി കുളിച്ചിട്ട് തലയിടിച്ച അങ്ങനല്ലെന്ന് വണ്ടിനെ പിടിച്ചിട്ട് നമ്മൾ ഉരക്കത്തില്ല, ഇങ്ങനെ ഉരക്കണം. അതെ. അങ്ങനെ ആ മണഗുണാഞ്ചനെ ഓർത്ത് ഈ കാമുകൻ ഒരു കവിത എഴുത്തുകാരനായി, കവിയായി, കഥാകാരനായി, കലാകാരനായി. അവൻ രക്ഷപ്പെട്ടല്ലോ. ഇതിലൂടെ കഥാകാരനായല്ലോ. അങ്ങനെ രക്ഷപ്പെട്ടു വന്നപ്പോ ഒരു ദിവസം മറ്റേ പേരാണിച്ചോ മറ്റേ മണഗുണാഞ്ചനും ഭാര്യയും കൂടെ ഒരു പാർക്കിൽ വരികയാണ്. പാർക്കിൽ വന്ന് അവിടെ വെച്ച് ഈ എഴുത്തുകാരനായ മാറ്റാൻ പറയാവോ? കഥയിലുള്ളതേ വായിക്കുള്ളൂ, കഥയിലുള്ളതേ പറയൂ. എല്ലാം സമ്മതിച്ചു കൊടുക്കും. പാർക്ക് വേണ്ട ചേട്ടാ, പാർക്ക് വേണ്ട ചേട്ടാ, ആ പാർക്ക് വിലക്കെടുക്കാൻ വന്നതല്ല, പുള്ളിയുടെ സൃഷ്ടിയാണത്. മിണ്ടരുത് സാർ, ഞാൻ വേറൊരു രഹസ്യം ഈ കഥയുടെ ഹാഫ് സൈഡിലേ വരുള്ളൂ. ഈ പ്രണയിച്ചിരുന്ന കാര്യം നമ്മൾ വീണ്ടും കാണിക്കും. ഒരു പാട്ട് സീനാണ്. അത് കപ്പത്തോട്ടത്തിലാണ്. ഇവര് തമ്മിൽ പല പ്രാവശ്യം കപ്പത്തോട്ടത്തിൽ വെച്ച് മനസ്സ് കൈമാറിയിട്ടുണ്ട്. അല്ല അങ്ങനെ ആയിരിക്കും കഥയിൽ, അങ്ങനെ വരത്തുള്ളൂ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയല്ലേ, അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം മനസ്സ് കൈമാറി, അത് കപ്പത്തോട്ടത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മനസ്സ് കൈമാറാൻ പറ്റും. അപ്പൊ നമുക്ക് വാഴത്തോട്ടത്തിൽ പിന്നെ ഉണ്ടാവും, പിന്നെ പറയാം. ചേട്ടാ അംഗീകരിക്കല്ലേ ചേട്ടാ, അങ്ങനെ ഒരു കഥ ഉണ്ടാവില്ല, ചുമ്മാ ഉണ്ടാക്കി പറയുന്ന കഥയാ ചേട്ടാ. ഇതൊന്നും അങ്ങനെ ഇവര് ഈ പാർക്കിൽ വരുമ്പോഴത്തേക്ക് ഈ കാമുകനായ കഥാകാരൻ അവിടെ വന്നല്ലോ. അവര് തമ്മിൽ പന്തയം വെക്കുന്ന സമയത്ത് മറ്റേ ആ മണഗുണാഞ്ചൻ അവൻ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി തിരിച്ചു. അങ്ങനെ നിൽക്കുകയാണ് കഥ. അങ്ങനെ നിൽക്കുകയാണ്. ഇവിടം വരെ എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്യും, ഒരു സെക്കൻഡ് എനിക്കിതാ, ഒരൊറ്റ മിനിറ്റ്. ഐസ്ക്രീം മാറ്റാൻ പറ. ഐസ്ക്രീം ഞാൻ പറയുന്നത്, ഐസ്ക്രീം നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞില്ലായിരുന്നു, നമുക്ക് സിനിമ നടിയാവണമെന്ന്. എന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. ഈ പൈസ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇവനെ കൊണ്ട് ഈ കഥ പൂർത്തിയാക്കിക്കാം. എന്നിട്ട് അത് സിനിമയാക്കാം, മോക്ക് നായികയാകാം. ഈ കഥ ഞാനോ? ഈ കഥ ഞാൻ നായികയായിട്ട് അഭിനയിക്കണോന്നോ? ചേട്ടാ എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല, ജീവിക്കാനേ. ഒരുപാട് അവിടെ സംസാരിച്ച് നിൽക്കല്ലേ സാർ, ഞാനിവിടെ പഴം പിടിങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. എന്റെ കഥയിൽ ശ്രദ്ധിക്കൂ സാർ. സിനിമയാക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ പൈസ മുടക്കിക്കോളാം, നിങ്ങൾ എന്റെ കഥ, തിരക്കഥ, സംഭാഷണം മുഴുവനായിട്ട് എഴുതൂ, ഡയറക്ഷൻ ചെയ്തോളൂ. എല്ലാം ഞാൻ തന്നെ. എന്നെ മനസ്സിലാകുമ്പോൾ മറ്റേ കൈമാറിയ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാരണം എന്താ അറിയോ, നിങ്ങളാകുമ്പോഴത്തേനും നിങ്ങൾ ഇത് എഴുതിയ ആളാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. നായകനെ വേണം. നായകൻ മറ്റേ മണവണ
മണവണാഞ്ചൻ ആ അത് വേണ്ട. നായകൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അങ്ങ് അഭിനയിച്ചാലോ? അടിപൊളിയായിരിക്കും. അയ്യോ, വേണ്ട ചേട്ടാ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലാലേട്ടനും മമ്മൂക്കയൊക്കെ നായകനാവണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല മാഡം, ഇല്ല മാഡം, നായകൻ ഞാൻ തന്നെ. അപ്പോഴാകുമ്പോ മനസ്സ് കൈമാറുന്നതും എല്ലാം കപ്പത്തോട്ടത്തിൽ വെച്ച് വേണം പാട്ട് വിഷ്വൽ ചെയ്യാൻ. അത് ചെയ്യാം. എത്ര പൈസ മുടക്കിയാലും കപ്പത്തോട്ടത്തിൽ കപ്പത്തോട്ടം വേണ്ട ചേട്ടാ. അപ്പൊ സാർ 2 ക്യാരക്ടറായി, നായികയായി നായകനായി. പുതുമുഖങ്ങളെ വെച്ചാണല്ലോ സാർ ചെയ്യുന്നത്. പൈസ സാർ മുടക്കും. ഇനിയിപ്പോ വേണ്ടത് നമുക്ക് മറ്റേ മണവണാഞ്ചല്ലേ അവന്റെ ക്യാരക്ടർ വേണം. അവന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഫീറുള്ള ആരും. ഞാൻ പറയണതേ, ഏതായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യില്ല, സാറ് തന്നെ എങ്ങനെ ചെയ്യും? അല്ല അമ്പായിരിക്കും. എനിക്ക് ചേരുവോ അത്? പിന്നല്ലാണ്ട് ഉറപ്പാ. ഏതായാലും നമ്മളൊരു ടീമായിട്ട് അങ്ങ് ടീം വർക്ക് ചെയ്യുന്നു, സാധനം ടീമായിട്ട് ചെയ്യുന്നു. അപ്പൊ നായകനും ഓക്കെ. അപ്പൊ നായകൻ ഞാൻ, നായിക മാഡം, മണവണാഞ്ചൻ ഞാൻ. പിന്നെ മണഗുണാഞ്ചൻ. അവനത് തന്നെ വിളിക്കണം. അവനെ വേറെ വാക്ക് കിട്ടുന്നില്ല എനിക്ക്. അതാ സാർ ആ ക്യാരക്ടർ നല്ല രസമായിരിക്കും. സാർ ഞാൻ ഇനി ചോദിക്കുന്നത്, നമുക്ക് ഈ സിനിമയ്ക്ക് എന്താണ് ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടത്? പേരിടേണ്ട കാര്യം മോളെ. അത് പേര് കിട്ടി. സിനിമക്കുള്ള പേര് കിട്ടി. ഒരു മണഗുണാഞ്ചന് പറ്റിയ കയ്യബദ്ധം. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. വെരി ഗുഡ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.